ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്രേയിങ് ഹാൻഡ്സ് കുറേ നാളുകൊണ്ട് പമ്മി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് തീർക്കാണ്. കാരണം ഡിസംബർ 15 പരീക്ഷ. അപ്പം അത് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു പ്രേയിങ് ഹാൻഡ്സ് വരെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നിങ്ങൾ പോർഷൻസ് ടീച്ചർ പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയുക. അപ്പം നമുക്ക് അതുവരെ പഠിപ്പിച്ചിട്ട് ബാക്കി റിവിഷൻ അങ്ങ് തുടങ്ങാമല്ലോ. സോ ലുക്ക് അറ്റ് ദിസ്. നമ്മൾ ലാസ്റ്റ് ദെൻ ഹോൾഡിങ് ഫേസസ് ഹി ലവ്ഡ് വരെയാണ് പഠിച്ചത്. ഇനി നമുക്ക് പറയാം then holding his hands close to his right cheek he said softly, "No, I cannot go to the academy. It is too late for me. Look, what 4 years in the mines have done to my hands." അപ്പം ആൽബർട്ടിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവൻ്റെ കവിളത്തോട്ട് അവൻ്റെ റൈറ്റ് ചീക്കിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഇനി അക്കാഡമിയിലോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ് ഇവർ പറയുന്നത്? വളരെ താമസിച്ചിരിക്കുന്നു, എനിക്കായിട്ട് അത് വളരെ താമസിച്ചിരിക്കുന്നു. നീ നോക്കിയേ, 4 വർഷത്തെ എൻ്റെ മൈനിലുള്ള എൻ്റെ കനികളിലുള്ള കഷ്ടപ്പാട്. ഇവിടെ മൈൻ ഉദ്ദേശിക്കുന്നത് കനിന്ന് തന്നെയാണ്. മറ്റേ മൈൻ എന്താണ്? എൻ്റെ എന്നുള്ളതാണ്. 4 വർഷമായിട്ട് എൻ്റെ കനികളിലുള്ള കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നീ ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്നത് എന്ന് പറയാണ്. The bones in every finger have been smashed at least once. അതായത് നമ്മൾ ഈ കനിയിലിറങ്ങി പരിശ്രമിക്കുമ്പോൾ വലിയ വലിയ കട്ടകൾ, ഈ സ്വർണ്ണക്കട്ടകളായിരുന്നാലും പാറക്കട്ടകൾ കൽക്കരിക്കട്ടകൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ പാറക്കട്ടകൾ വന്നിട്ട് നമ്മൾ ഈ കയ്യിലൊക്കെ ഇങ്ങനെ ഇടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. മൈനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്, തീയൊക്കെയാണ് അവിടെ. അപ്പം അതൊക്കെ വന്നിട്ട് പൊള്ളുകയും എടുക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കയ്യിലെ എല്ലുകളെല്ലാം ചതയും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഐ കനോട്ട് ഈവൻ ഹോൾഡ് എ ഗ്ലാസ് ടു റിട്ടേൺ യുവർ ടോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഒരു വൈൻ വീഞ്ഞെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ചെസ് എന്ന് പറയുമല്ലോ നമ്മൾ, എന്നുവെച്ചാൽ ചിയേഴ്സ് എന്ന് കേട്ടോ. ചിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെസ് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് എൻ്റെ ഭാഷയിൽ ഞാൻ ചെസ് എന്ന് പറയുന്നത്. നിങ്ങളിത് ചിയേഴ്സ് എന്ന് തന്നെ പറയണം. നമ്മൾ മുമ്പ് 7 കുപ്പിയുടെ അടപ്പുണ്ടല്ലോ, നീളമുള്ള കുപ്പിയുടെ അടപ്പേ, അതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളെല്ലാവരും പകുതി കൂടുതൽ പേരുടെയും നീളത്തിനായിരിക്കും കുപ്പിയുടെ അടപ്പുണ്ടാവുക. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുടിക്കുകയായിരുന്നു, മറ്റേ വീഞ്ഞ് കുടിക്കുന്ന രീതിയിൽ. അപ്പം അതുപോലെ ഒരു ടോസ് അടിക്കാൻ പോലും, ഒരു ടോസ്റ്റ് തരാൻ വേണ്ടിയിട്ട് പോലും എൻ്റെ കൈകൾക്ക് കഴിയില്ല, അത് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. മച്ച് ലെസ് മീ കാർട്ട് ഓൺ ക്യാൻവാസ് വിത്ത് എ പെൻ ഓർ ബ്രഷ്. അപ്പോഴാണ് നീ പറയുന്നത് ഒരു പെന്നോ ഒരു ബ്രഷോ കൊണ്ടിട്ട് ക്യാൻവാസിൽ ഒരു ചിത്രം വരയ്ക്കാൻ എന്ന്. മോർ ദാൻ 500 years have passed. ഞാൻ പറഞ്ഞല്ലോ 1500 വർഷമല്ല, 500 വർഷമേ ഉള്ളൂ. 1500 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ജാംബവാന്മാരും കാര്യങ്ങളും ഒക്കെ ജീവിച്ചിരുന്ന വർഷങ്ങൾ. അങ്ങനെ പറയാനാണെങ്കിൽ ഭൂമി നിലവിൽ വന്ന വർഷം എന്നൊക്കെ പറയാം നമുക്ക്. അത്രയും വർഷം പഴക്കം കാണും. 500 വർഷം. ഓക്കെ, 500 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇന്നേക്ക് 500 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. But now hundreds of Albrecht Dürer's masterful portraits, pen and silver point sketches, watercolors, charcoal woodcuts and copper impressions hang in every great museum in the world. അതായത് എല്ലാ വേൾഡിലെ, ഈ ലോകത്തുള്ള എല്ലാ മ്യൂസിയങ്ങളിലും ആൽബ്രെക്റ്റ് ഡ്യൂററിൻ്റെ ഒരു ചിത്രമെങ്കിലും ഉണ്ടായിരിക്കും, ഒരു ഫേമസ് ആയിട്ടുള്ള ചിത്രമെങ്കിലും ഉണ്ടായിരിക്കും. പെന്ന് കൊണ്ടോ വുഡ് കട്ടിങ്സ് നിങ്ങൾക്ക് അറിയില്ല, മരം കൊത്തി കൊത്തുന്ന പോലെ മരത്തിൽ ചിത്രം കൊത്തി വയ്ക്കുക, അതാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ വാട്ടർ കളർ വെച്ചിട്ടുള്ള പടങ്ങൾ ഒക്കെ ആൽബ്രെക്റ്റ് ഡ്യൂറേഴ്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള ചിത്രങ്ങളെല്ലാം ഓരോ മ്യൂസിയത്തിലും ഓരോന്ന് വെച്ച് കാണും. ഈ ലോകത്തിൽ നമുക്ക് കുറേ മ്യൂസിയം ഇല്ലേ, അതിൻ്റെ അകത്ത് എല്ലാത്തിലും കാണുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇതിൻ്റെ എല്ലാത്തിലും പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ എല്ലാം പറയണം. But most people are familiar with only one of Albrecht Dürer's work. One day
എന്താണ് ആ ഈ ലോകത്തുള്ള എല്ലാ പീപ്പിൾസിനും അറിയാവുന്ന ഒരേ ഒരു വർക്കേ ഉള്ളൂ ആൽബ്രക്റ്റ് ഡ്യൂറേഴ്സിന്റെ പ്രേയിങ് ഹാൻഡ്സ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഥ വായിക്കുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ ഞാൻ 7ാം ക്ലാസ്സിലാണ് ഇങ്ങനെ ഒരു പടമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആകെ എനിക്ക് അറിയാവുന്നത് പറ്റിയില്ല മൊണാലിസയുടെ എങ്ങാണ്ട് ഒരു പടം ഉണ്ടല്ലോ, അതെങ്ങാണ്ടാണ്. അപ്പം ശേഷം പിന്നെ ആര് വരച്ച പടമാണെന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെ ഒരു പടം ഉണ്ടെന്ന് അറിയാം. One day he decided to pay homage to his brother Albert for all that he sacrificed. എന്താണ് അങ്ങനെ ഒരു ദിവസം ഇരിക്കെ ഈ ആൽബ്രക്റ്റിന് സങ്കടം വന്നു. പക്ഷെ എന്നാലും അവന്റെ ഡ്രീം അവന് പെർസ്യൂ ചെയ്യാൻ പറ്റിയില്ലല്ലോ, എനിക്ക് വേണ്ടി അവൻ ത്യാഗങ്ങൾ സഹിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു ബഹുമാനത്തിന്റെ പുറത്ത് ആൽബ്രക്റ്റ് തന്റെ ബ്രദറിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു, ഒരു ഗിഫ്റ്റ് എന്ന നിലയ്ക്ക്. ആൽബ്രക്റ്റ് ഡ്യൂറർ പെയിൻസ്റ്റാങ്കിങ്ലി എന്താണ് പെയിൻസ്റ്റാങ്കിലി എന്ന് വെച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് വളരെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ട് drew his brother's abused hands with palms held together with a thin fingers stretched skyward. Okay, എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് നമ്മൾ ഈ കൂപ്പ് കൈകൾ എന്ന് പറയില്ല, അതുപോലെ ആൽബ്രട്ട് അവന്റെ ബ്രദറ് തന്നോട് ഇങ്ങനെ കൂപ്പ് കൈകൾ കൊണ്ട് നിൽക്കുന്ന ഒരു പടം, ഒരു തിൻ ഫിംഗേഴ്സ്, ഇതാണ് ആ പടം. ആ തിൻ ഫിംഗേഴ്സ് കൊണ്ട് ഇങ്ങനെ കൂപ്പിക്കൊണ്ട് നിൽക്കുന്ന ഒരു കൂപ്പ് കൈകൾ കൊണ്ട് നിൽക്കുന്ന ഒരു പടം വരച്ചു. അതിനെ അദ്ദേഹം വളരെയധികം ബഹുമാന്യപരമായിട്ട് ഹാൻഡ്സ് എന്ന് വിളിച്ചു. But the world renamed his tribute of love as a praying hands. The next time you see a copy of that touching creation, take a second look. Let us remember that no one ever makes it alone. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഒരു ആൽബ്രക്റ്റ് അതിൻ്റെ ഒരു പടം കാണുകയാണെങ്കിൽ നിങ്ങൾ അതിന് മുമ്പേ ഒരെണ്ണം കൂടെ ഉണ്ട്. ആൽബ്രക്റ്റിന്റെ ആ ഒരു പിക്ചർ ഹാൻഡ്സിൽ നിന്ന് മാറ്റിയ ആളുകൾ അതിനെ റീനെയിം ചെയ്ത് അതിന്റെ ലവും സ്നേഹവും എല്ലാം കൊണ്ട് പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ് പേരിട്ടു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് കഥ അവസാനിച്ചു. പക്ഷെ ഇനി ഒരു സെന്റൻസ് പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഒരു പിക്ചർ ആ ഒരു പിക്ക് കാണുകയാണ്, ആ ഒരു ഡ്രോയിങ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക. കാരണം അത് ഭയങ്കര റെയർ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലുക്ക് അങ്ങനെയൊക്കെ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സെക്കൻഡ് ലുക്ക് കൊണ്ട് ഫോട്ടോയാണോ വീഡിയോയാണോ എന്താണ് എനിക്കാണ് ഇവിടെ തെറ്റിയത്. സെക്കൻഡ് ലുക്ക് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നും കൂടെ അതിലോട്ട് നോക്കുക, അതാണ്. വേണമെങ്കിൽ ലുക്ക് കഴിഞ്ഞ് എഴുതിക്കൂടെ, അവർക്ക് എഴുതിക്കൂടെ, നമ്മളെ വെറുതെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ പറയുന്നത്, നമ്മൾക്ക് ഒരിക്കലും ഒരു കാര്യം ഒരു സംഭവത്തിന്റെ പിന്നിൽ ഒരാളും കൂടെ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നു, അതിന്റെ പിന്നിൽ ഒരാളും കൂടെ കാണില്ലേ. ഇപ്പൊ എന്റെ ഉമ്മച്ചിയാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത്, അതിപ്പോ അതിന്റെ പിന്നിൽ എന്റെ ഉമ്മച്ചിയാണ് എന്ന് പറയാലോ. അതുപോലെ ഈ ആൽബ്രക്റ്റിന്റെ ഈ ഡ്രോയിങ്ങിന് പിന്നിൽ തന്റെ സഹോദരനായ ആൽബർട്ട് ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ എല്ലാ ഒരു ഇതിനും അതിന്റെ പിന്നിൽ ഒരാളുണ്ട് എന്നാണ്. ഒന്നോ രണ്ടോ മൂന്നോ പേര്, ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ കൂടെ നിൽക്കാം എന്തൊക്കെയുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുന്ന ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഷെയർ ചെയ്യാൻ. ബൈ.